ഒരുപാട് ബഡ്ജറ്റുള്ള മലയാളം സിനിമകളിൽ ഇനി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമ എന്ന നിലവിൽ ഉറപ്പാക്കപ്പെട്ടിരിക്കുന്ന സിനിമയാണല്ലോ ബറോസ്. ലാലേട്ടനെ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത് നായകനെ എത്തുന്ന ബറോസ് എന്ന ഭൂതത്തിന്റെ കഥ പറയുന്ന സിനിമയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഫാന്റസി 3D പാൻ ഇന്ത്യൻ സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഇന്നലെ സിനിമയുടെ പ്രിവ്യൂ ഷോ നടന്നിരിക്കുകയാണ്. മുംബൈയിലെ PVR തിയേറ്ററിൽ വെച്ചാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർക്കായിട്ട് ബറോസിന്റെ പ്രിവ്യൂ ഷോ നടന്നിരിക്കുന്നത്. സിനിമയുടെ പ്രധാനപ്പെട്ട അണിയറ പ്രവർത്തകരെല്ലാം തന്നെ ലാലേട്ടനോടൊപ്പം ബറോസ് കാണാനായിട്ട് എത്തിയിരുന്നു. ഇതിനോടൊപ്പം തന്നെ തിയേറ്ററിൽ നിന്നുള്ള ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നാളെയായിരുന്നു ഒക്ടോബർ 3-ാം തീയതിയായിരുന്നു സിനിമ ഏറ്റവും അവസാനം തിയേറ്റർ റിലീസ് തീയതി പ്രഖ്യാപിച്ച സമയത്ത് റിലീസ് ചെയ്യേണ്ടിരുന്നത്. എന്നാൽ ഇത്തവണയും സിനിമയ്ക്ക് റിലീസ് ചെയ്യാനായിട്ടില്ല. ഒരുപക്ഷെ നാളെ അതല്ലെങ്കിൽ ഈ ആഴ്ചയിലെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ബറോസിന്റെ അടുത്ത ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനം ഉണ്ടാകും. അടുത്ത 2 മാസങ്ങൾക്കുള്ളിൽ, അതായത് നവംബർ ഡിസംബർ മാസങ്ങൾക്കിടയിൽ തന്നെ ബറോസ് തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. ഏത് തീയതിയിലായിരിക്കും വരിക എന്നതാണ് ഇനി അറിയേണ്ടത്. നിലവിൽ ചാർട്ട് ചെയ്യപ്പെട്ട റിലീസ് തീയതി റൂമേഴ്സ് പോലും വന്നിട്ടില്ല. അപ്പോൾ 3D സിനിമ ബറോസിന്റെ അടുത്ത അപ്ഡേറ്റുകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് സിനിമകളിൽ ഏറ്റവും വലിയ ഡിസാസ്റ്ററായി മാറിയ സിനിമയാണല്ലോ ഇന്ത്യൻ 2. കമലഹാസനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത ഇന്ത്യന്റെ അവസാന ഭാഗമായിട്ട് വരാനിരിക്കുന്ന സിനിമയാണ് ഇന്ത്യൻ 3. ഇന്ത്യൻ 2 എന്ന സിനിമയുടെ റിലീസ് സമയത്ത് അടുത്ത വർഷം ജനുവരിയിൽ ഇന്ത്യൻ 3 തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് സംവിധായകൻ ഉൾപ്പെടെ അറിയിച്ചതെങ്കിലും പിന്നീട് ഇന്ത്യൻ 2 എന്ന സിനിമയുടെ അഭിപ്രായങ്ങൾ കൊണ്ടും ഒപ്പം തന്നെ സിനിമയുടെ OTT റിലീസിന് ശേഷമുള്ള സിനിമയ്ക്കെതിരായ ട്രോളുകളും വിമർശനങ്ങളെ തുടർന്ന് അടുത്ത വർഷം സമ്മറിലേക്ക് സിനിമയുടെ റിലീസ് നീട്ടിയെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ ഇന്നിപ്പോഴത്തെ ഇന്ത്യൻ 3 എന്ന സിനിമയെക്കുറിച്ച് മറ്റൊരു വമ്പൻ റൂമർ എത്തിയിരിക്കുകയാണ്. അത് പ്രകാരം ഇന്ത്യൻ 3 എന്ന സിനിമ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു. നെറ്റ്ഫ്ലിക്സിലൂടെ ആയിരിക്കും സിനിമ OTT റിലീസ് ചെയ്യുക എന്നൊരു റിപ്പോർട്ടാണ് തമിഴിലെ പ്രമുഖ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത്. റൂമർ ശരിവയ്ക്കുന്ന രീതിയിൽ സിനിമ ഡയറക്റ്റ് OTT റിലീസിനായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ അത് വലിയ ഞെട്ടിക്കുന്ന തീരുമാനമാകുമെന്ന് നിസ്സംശയം പറയാം. കാരണം കമലഹാസൻ തന്നെ പറഞ്ഞത് ഇന്ത്യൻ 3 എന്ന സിനിമ കണ്ടിട്ടാണ് ഇന്ത്യൻ 2 കമ്മിറ്റ് ചെയ്തത് എന്നാണ്. അതോടൊപ്പം ഇന്ത്യൻ 2 റിലീസിനായിട്ട് എത്തിച്ച സകല വിതരണ കമ്പനികൾക്കും സിനിമ വൻ നഷ്ടമായിരുന്നു ഉണ്ടാക്കി കൊടുത്തത്. ഇന്ത്യൻ 3 എന്ന സിനിമ ഇന്ത്യൻ 2 നഷ്ടം നികത്തും എന്നൊരു പ്രതീക്ഷയെല്ലാം തന്നെ തിയേറ്റർ വിതരണക്കാർക്കുണ്ട്. ഇപ്പോഴത്തെ OTT റിലീസിന് പോകുകയാണെങ്കിൽ അവയെല്ലാം തന്നെ അത് ബാധിക്കും. എന്തായാലും കാത്തിരിക്കൂ ഇന്ത്യൻ 3 എന്ന സിനിമയുടെ അടുത്ത അപ്ഡേറ്റുകൾക്ക്.